ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് തീപ്പാറും പോരാട്ടമാണ് ആരാധകരെ കാത്തിരിക്കുന്നത്. ആദ്യപാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ റയൽ മാഡ്രിഡും ബയേൺ മ്യൂണിക്കും തമ്മിലാണ് ഏറ്റുമുട്ടുക. ഇന്ന് അർദ്ധരാത്രി ഇന്ത്യൻ സമയം 12:30 റയലിൻ്റെ മൈതാനമായ സാന്റിയാഗോ ബെർണാബുവിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. തികച്ചും അപ്രവചനീയമായ ഒരു മത്സരമാണ് ആരാധകരെ കാത്തിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ ഡയാരിയോ എസ് പങ്കുവച്ചിട്ടുണ്ട്. അതായത് സാന്റിയാഗോ ബെർണാബുവിൻ്റെ മേൽക്കൂര അഥവാ റൂഫ് അടക്കാൻ ഇന്ന് റയൽ മാഡ്രിഡ് തീരുമാനിച്ചു കഴിഞ്ഞു, അതല്ലെങ്കിൽ ആലോചിക്കുന്നു എന്നാണ് ഡയാരിയോ എസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വളരെ മികവുറ്റ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മേൽക്കൂര അടക്കാൻ ഇപ്പോൾ റയൽ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ബയേൺ മ്യൂണിക്ക് ഇക്കാര്യത്തിൽ യുവേഫയോട് ആശങ്ക ഉയർത്തിക്കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് മേൽക്കൂര അടച്ചു കഴിഞ്ഞാൽ അത് താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒന്നായിരിക്കും, അതല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷം അത് താരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, സുഗമമായ രീതിയിൽ കളിക്കാൻ കഴിയില്ല എന്ന ഒരു ആശങ്ക ബയേൺ മ്യൂണിക്ക് യുവേഫയെ അറിയിച്ചു കഴിഞ്ഞു എന്നൊക്കെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും റയൽ മാഡ്രിഡ് ഇന്ന് റൂഫ് അടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഡയാരിയോ എസ് പറയുന്നുണ്ട്. റയലിൻ്റെ ആരാധകർ ഒരു വലിയ ടിഫോ ഉയർത്താനുള്ള ഒരുക്കത്തിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ലോകത്തെ മുഴുവനും ഇംപ്രസ് ചെയ്യിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ടിഫോ റയൽ ആരാധകർ ഇന്ന് സാന്റിയാഗോ ബെർണാബുവിൽ ഉയർത്തിയേക്കും എന്നുകൂടി ഡയാരിയോ എസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും ഏറ്റവും മികച്ച രൂപത്തിൽ ഈ ഒരു ഹോം അഡ്വാൻറ്റേജ് മുതലെടുക്കുക എന്നതാണ് റയലിൻ്റെ ഒരു ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കങ്ങളൊക്കെ റയലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.